ഹായ് ഹലോ, ഞങ്ങളൊന്ന് വിളക്കിടാൻ പോവാണേ. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ കുടുംബക്ഷേത്രം. അവിടെ ഒന്ന് വിളക്കിടാൻ പോകണമെന്ന് അമ്മയ്ക്കൊരാഗ്രഹം. എന്നാൽ പോയേക്കാന്ന് ഞങ്ങളും വിചാരിച്ചു. ഞങ്ങൾ ഇന്നലെയാണ് കേട്ടോ പോകുന്നത്, വെള്ളിയാഴ്ച ദിവസമൊക്കെ വിളക്കിടാൻ പോകാൻ നല്ലതാണല്ലോ. അങ്ങനെ വീടൊക്കെ പൂട്ടി ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഒരു 5 മണിയായപ്പോഴേക്കും ഇറങ്ങിയായിരുന്നേ. അവിടെ ചെന്ന് അടിച്ചു തൂത്തൊക്കെ വേണമല്ലോ വിളക്കിടാൻ. കുഞ്ഞോൻ വർക്കിന് പോയേ, അതുകൊണ്ട് തന്നെ നടന്നാണേ പോകുന്നത്. നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. പോണ വഴിക്ക് വേറൊരു അമ്പലമുണ്ട്, അവിടെ ഈ കഴിഞ്ഞ ദിവസം തുള്ളലായിരുന്നേ. അങ്ങനെ പോകുമ്പോഴോ ഐവിൻകുട്ട് എന്താ ഉരുണ്ട് വീണിട്ടോ റോട്ടിൽ വീണപ്പോൾ കാലൊന്ന് പൊട്ടിയിട്ടുണ്ട്. അതിൻ്റെ സങ്കടമായിരുന്നു പുള്ളിക്ക്. കുറച്ച് നേരം ചിണുങ്ങലും കരച്ചിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നടക്കാൻ വയ്യേ, എന്നെ എടുത്തോണേന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ കയറി. അവൻ എനിക്ക് പണി തന്നു കേട്ടോ. പോണ വഴിക്കൊരു കടയിൽ കയറി വിളക്കിടാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടോ. എണ്ണയും തിരിയും കർപ്പൂരമൊക്കെ വേണമല്ലോ, അതെല്ലാം അമ്മ മേടിക്കുന്നുണ്ട്. ഞാൻ അതിനിടയ്ക്ക് 2-3 മാസ്കും കൂടി മേടിച്ചു. അവിടെ നല്ല പൊടിയാണ് കേട്ടോ. ഐവിൻകുട്ടനും ഭാനുട്ടിക്കും പറ്റില്ല. അമ്മയ്ക്കും ചെറിയൊരു ജലദോഷം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അമ്മയും വെച്ചു മാസ്ക്. അങ്ങനെ ഞങ്ങളിതേ അമ്പലത്തിലെത്തി കേട്ടോ. അപ്പം അമ്മ അവിടെ ചൂലെടുക്കാൻ പോവാണേ, അടിക്കാൻ വേണ്ടി. ഞങ്ങളവിടെ ചെന്നപ്പോഴേക്കും വെളിയിലമ്മ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. വെളിയിലമ്മയാണ് എല്ലാ ദിവസവും അവിടെ അടിച്ചു വാരി വിളക്കിടുന്നത്. വെളിയിലമ്മ എന്ന് പറയുന്നത് ഇവിടുത്തെ അച്ഛൻ്റെ ചെറിയച്ഛൻ്റെ ഭാര്യയാണ് കേട്ടോ. അപ്പം അമ്മ അടിക്കുന്ന കണ്ടപ്പോൾ ഞാൻ വേഗം പോയി ചൂല് മേടിച്ച് അവിടെയൊക്കെ അടിച്ചിട്ട് കേട്ടോ. ഈ അമ്പലത്തിൽ പ്രധാനമായിട്ടും ദേവിയുടെ പ്രതിഷ്ഠയാണ്. പിന്നെ മുഴുവൻ സർപ്പങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിറച്ച് മരങ്ങളാണ്. ഒരുപാട് ഇലകൾ ഇഷ്ടം പോലെ ഇങ്ങനെ വീഴും കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ അടിച്ച് വൃത്തിയാക്കി. ഞാൻ ഈ ചൂല് കൊണ്ടും അടിച്ചു. അമ്മ മറ്റേ ചൂലില്ലേ, കുനിഞ്ഞ് നിന്ന് അടിക്കുന്ന ചൂല്, അതുകൊണ്ടും അടിച്ചു കേട്ടോ. അടിച്ചു കഴിഞ്ഞ് ഇതാ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കേട്ടോ. വെള്ളം കോരി അവിടെയൊക്കെ തളിക്കണമായിരുന്നേ. അതെല്ലാം അമ്മയാണ് കേട്ടോ ചെയ്തത്. ഐവിൻകുട്ടനും ഭാനുട്ടിയും പുറകെ നടന്ന് ഇതെല്ലാം കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ മണ്ണ് കണ്ടതിൻ്റെ ഒരു സന്തോഷം വേറെ ഉണ്ട്. നന്നായിട്ട് പൊടി പറത്തുന്നുണ്ടായിരുന്നു കേട്ടോ ഐവിൻകുട്ടൻ. മാസ്ക് വെച്ചത് നന്നായി എന്ന് എനിക്ക് അപ്പം തന്നെ തോന്നിയേ. അങ്ങനെ അവിടെയൊക്കെ അടിച്ചു തളിച്ചു. ഇനി വിളക്കിടാൻ പോവാണേ. ഭാനുട്ടിയാണ് കേട്ടോ തുടക്കം കുറിച്ചത്. അവള് എല്ലാ തിരിയും ഇങ്ങനെ ഇട്ടോണ്ടിരിക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും അമ്മ കൊണ്ടുവന്ന് എണ്ണ ഒഴിച്ചേ. ഐവിൻകുട്ടനാണേല ഇതൊന്നും ചെയ്യാൻ എത്തൂല്ല കേട്ടോ. എന്നിട്ടും എല്ലാവരുടെയും പുറകെ നടക്കുവാണേ, ഞാൻ ചെയ്യാമെന്നും പറഞ്ഞ്. പിന്നെ ഞാൻ ആ വിളക്കൊക്കെ കത്തിച്ചു കേട്ടോ. അവിടെ താഴത്ത് നിന്നാൽ എത്തൂല, അത്രക്ക് പൊക്കാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരു കസേരയിട്ട് കയറി മുകളിലൊക്കെ കത്തിച്ച് എല്ലാ തട്ടിലും വിളക്ക് തെളിഞ്ഞ് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നല്ലേ. എനിക്കും ഒരുപാട് ഇഷ്ടമായി. ഐവിൻകുട്ടനും ഭാനുട്ടിയും അവിടെയൊക്കെ ഓടി നടന്ന് കളിക്കുന്നുണ്ടായിരുന്നു. കുറേ നേരം ഞങ്ങൾ അവിടെ നിന്നേ. ഇപ്പം ഇരുട്ടായിട്ടുണ്ട്. ഇരുട്ടായാലും കാക്ക ഇതൊന്നും വെച്ചേക്കില്ല. നമ്മൾ തിരിയുന്ന നേരം നോക്കി ഈ തിരിയൊക്കെ കൊത്തിക്കൊണ്ട് പോവേ. അതാണ് പരിപാടി. അതുകൊണ്ട് അടുത്ത് തന്നെ നിൽക്കുമായിരുന്നേ. അങ്ങനെ 2 പേരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഓടിക്കളിച്ചുകൊണ്ട് നടന്നതാണ് കേട്ടോ. അങ്ങനെ 2 പേരും നിന്ന് പ്രാർത്ഥിച്ചു. ഞാനും അമ്മയും ഒക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ചു കേട്ടോ. അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് വിളക്കൊക്കെ കെട്ടു തുടങ്ങിയപ്പോൾ ഞങ്ങൾ പതിയെ തിരിച്ചു പോന്നേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.